മോളുടെ ജീവിതം മുഴുവൻ തടസ്സമായിരുന്നു. തടസ്സങ്ങളുടെ കൂമ്പാരം. നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ തള്ളിക്കളയില്ല. പാസ്റ്ററിന്റെ പ്രാർത്ഥനയും കൊണ്ട് വിത്തിൻ 18 days 18 ദിവസം കൊണ്ട് തന്നെ എനിക്ക് വിസ കിട്ടി. എനിക്ക് തോന്നുന്ന ഈ മോളുടെ ജീവിതം മുഴുവൻ തടസ്സമായിരുന്നു. തടസ്സങ്ങളുടെ കൂമ്പാരം. അവിടെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അവള് ശരിക്കും സാക്ഷ്യം പറയുമെന്നൊന്നും വിചാരിച്ചിട്ടുമില്ല, പോകാൻ പറ്റുമെന്നും വിചാരിച്ചില്ല. ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ തടസ്സത്തിലൂടെ യാത്ര ചെയ്തത്. പക്ഷെ ഒരു പ്രത്യേകത, നീ പിടിച്ചത് ദൈവത്തിലാണ്. നീ ആശ്രയിക്കുന്ന ദൈവത്തിലാണ്. നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ തള്ളിക്കളയില്ല. ഇപ്പോഴീ ആരോഗ്യത്തോടെ നിൽക്കുന്നത് തന്നെ പ്രാർത്ഥനയുടെ ശക്തിയാണ് മോളെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജീന. ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ ലോഹിമിലൊരു 3 വർഷമായിട്ട് വരുന്നുണ്ട്. എൻ്റെ അമ്മ ഇസ്രായേലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് 3 വർഷമായി മമ്മി നാട്ടിലുണ്ട്. ഞാനൊരു 1.5 വർഷമായി ഞാനും ഇലോഹിമി വരുന്നുണ്ട്. പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം എനിക്ക് വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ 1 വർഷം ആയി പുറത്തോട്ട് പോകാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫാം ഡി ആണ് പഠിച്ചത്, മൈസൂരാണ് പഠിച്ചത്. അപ്പം 2023 ലാസ്റ്റ് ഡിസംബറിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ആയത്. അന്ന് മുതൽ ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി പല രാജ്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ജർമ്മനി, ന്യൂസിലാൻഡ്, അയർലൻഡ്, അങ്ങനെ പല രാജ്യങ്ങൾ. ഒരു തമാശ രീതി പറഞ്ഞ ഭൂഖണ്ഡത്തിൽ ഇനി വേറൊരു രാജ്യമില്ല നോക്കാൻ, അതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ മുന്നിൽ വന്നു. അങ്ങനെ ഞാൻ മമ്മിയുടെ കൂടെ പാസ്റ്ററിനെ കാണാൻ ഇവിടെ വന്നു. അപ്പം അകത്ത് കയറിയപ്പം പാസ്റ്റർ പറഞ്ഞു, ഞാൻ മഞ്ഞ് പെയ്യുന്ന ഒരു രാജ്യത്ത് പോകും, ഞാൻ വണ്ടി ഓടിക്കും, കാർ ഓടിക്കുന്നതാണ് ഞാൻ കാണുന്നതെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ ആലോചിച്ചത്, ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, ഇതുവരെ സ്റ്റിയറിംഗ് പോലും തൊടാതെ ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കുമെന്നായിരുന്നു ആദ്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഹെൽത്തുമായിട്ടും പല പ്രശ്നങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പം സാറ് പറയുമായിരുന്നു, നീ എന്തായാലും പോകും, ഉറപ്പായിട്ടും പോകും എന്ന് പറയുമായിരുന്നു. പാസ്റ്ററും കുടുംബവും എല്ലാം പറയുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇറങ്ങിയിട്ട് 1 വർഷമായി. എൻ്റെ ക്ലാസ്സിലെ കോളേജിൽ പഠിച്ച സ്റ്റുഡൻസ് എല്ലാം പുറത്തു പോയി, അവർ ഗ്രാജുവേറ്റ് ആവാറായി. ഞാനപ്പോൾ ഒരു നാട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ പോകാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ, എനിക്കൊന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഒരു ഓസ്ട്രേലിയ എന്നുള്ളൊരു രാജ്യം എൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ മുന്നിൽ വന്ന് തീരുന്നത്. എനിക്ക് വിസയ്ക്കുള്ള മെഡിക്കൽ പ്രശ്നം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. മെഡിക്കലിന് അങ്ങനെ എൻ്റെ ഏജൻസീസ് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്ക് മെഡിക്കലിന് പ്രശ്നം ഉണ്ടാവുമെന്ന്. കാരണം ഞാൻ യങ് ആയതുകൊണ്ട് എനിക്ക് മെഡിക്കലിന് അങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എനിക്കൊരു മെഡിക്കലിനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ വിസയ്ക്ക് ചിലപ്പോൾ അത് പ്രശ്നമാകുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ ഏജൻസിയിൽ നിന്ന് പറഞ്ഞു, മെഡിക്കലിൽ നിന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ മിനിമം ഒരു 2-3 months വിസയ്ക്ക് വേണ്ടി കിട്ടാൻ പ്രയാസം കാണുമായിരിക്കും. പാസ്റ്ററിൻ്റെ പ്രാർത്ഥനയും കൊണ്ട് വിത്തിൻ 18 days 18 ദിവസം കൊണ്ട് തന്നെ എനിക്ക് വിസ കിട്ടി. ഞാൻ പറഞ്ഞു വിസ കിട്ടിയെന്ന് പറഞ്ഞ്. കാരണം 18 ദിവസത്തിനകത്ത് വിസ കിട്ടുമെന്നുള്ള ആളായിരുന്നില്ല ഞാൻ ഒരു 3 മാസമാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പം 18 ദിവസത്തിനകത്ത് എനിക്ക് വന്നിട്ട് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചപ്പോൾ വിസ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു,
പ്രിയ